ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സുന്ദാസ് ടൈം. ഇന്ന് നമ്മളിവിടെ അമൂൽ പൗഡർ വെച്ച് പുട്ട് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് കുറച്ച് 2 അമൂൽ പൗഡർ എടുത്തിട്ടുണ്ട്, ഒരു പുട്ടുപൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്യാരറ്റ്, അതിനാവശ്യമായ തേങ്ങ ഒന്ന് ചിരവിയതെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുട്ടുപൊടി എടുത്തൊരു പാത്രത്തിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് 2 അമൂൽ പൗഡറിൻ്റെ പാക്കറ്റും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ചുടുവെള്ളം വേണമെങ്കിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ ഉപയോഗിച്ച് നമുക്കിതേപോലെ പൊടി ഒന്ന് കുഴച്ചെടുക്കാം. ഈ തരത്തിൽ ഞാൻ പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത്, പ്ലെയിൻ വാട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇതിനാവശ്യമായ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യാം. ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് നമുക്ക് തേങ്ങ ചിരവിയതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് ഇതേപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതേപോലെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പുട്ടുപാത്രത്തിൻ്റെ പാത്രം എടുത്തതിന് ശേഷം അതിൽ ചില്ലിട്ടതിന് ശേഷം കുറച്ച് ആ തേങ്ങ ചിരവിയതും ക്യാരറ്റ് മിക്സ് ചെയ്തതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറേശ്ശെ നമുക്ക് പൊടിയും കൂടെ ആഡ് ചെയ്ത് സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ നമുക്കൊന്ന് കുഴച്ച് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ പുട്ടുപാത്രത്തിൽ ബോയിൽ ചെയ്യാൻ വാട്ടർ ഒഴിച്ചിട്ടുണ്ട്, അങ്ങനെ വേവിക്കാൻ വയ്ക്കാം. നമുക്ക് നെക്സ്റ്റ് ചിരട്ട പുട്ടും കൂടെ ഒന്നുണ്ടാക്കി നോക്കാം. അതിലേക്ക് ചില്ലിട്ട് കൊടുത്തതിന് ശേഷം തേങ്ങ ചിരവിയതും ആ ക്യാരറ്റും കൂടെ മിക്സ് ചെയ്ത് ആഡ് കൊടുത്തതിന് ശേഷം പുട്ടുപൊടി ഒന്ന് കുഴച്ച് വെച്ച പുട്ടുപൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നിറച്ചതിന് ശേഷം ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്ന് മൂടി വെച്ച് ഇതേപോലെ ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ നീളമുള്ള അമൂൽ പുട്ട് റെഡിയായിട്ടുണ്ട്. അതേപോലെ ചിരട്ട പുട്ടും റെഡിയായിട്ടുണ്ട്, 2 പുട്ടും റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. കുഞ്ഞുങ്ങൾക്ക് നമുക്ക് എന്താ പറയുക, ടേസ്റ്റി ആയിട്ട് അവർക്ക് പുട്ട് കഴിക്കാൻ കറിയില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ക്യാരറ്റും തേങ്ങയും അമൂലും എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ, അതിൽ ആൾ വേണം പ്രസ് ചെയ്യാൻ, എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത റെസിപ്പി കാണുന്നവരെ.